ഹലോ ഡിയേഴ്സ്, നമ്മുടെ സിലബസിന്റെ പുറത്തു നിന്നും ഒരു ഔട്ട് ഓഫ് സിലബസ് അല്ല, നിങ്ങൾക്ക് 9ാം ക്ലാസ് ആണെങ്കിൽ 10ാം ക്ലാസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ പാറ്റേണുമായിട്ട് അനലൈസ് ചെയ്തിട്ട് ചെയ്യാനുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകും. അതെങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. ജസ്റ്റ് ഈ ഒരു പാറ്റേൺ നോക്ക്. 1 is equal to 1 square. 1 plus 3 is equal to 4 is equal to 2 square. 1 plus 3 plus 5 is equal to 9 is equal to 3 square. 1 plus 3 plus 5 plus 7 is equal to 16 is equal to 4 square. അതായത് ഓഡ് നമ്പേഴ്സിന്റെ സമ്മാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. എടാ, ഒറ്റ സംഖ്യകൾ, ആദ്യത്തെ 3 ഒറ്റ സംഖ്യകൾ അല്ല 2 ഒറ്റ സംഖ്യകൾ 1ഉം 3ഉം കൂടെ കൂട്ടുമ്പോൾ 4, അതായത് 2ന്റെ സ്ക്വയർ. ആദ്യത്തെ 3 ഒറ്റ സംഖ്യകൾ കൂട്ടുമ്പോൾ എത്രയാ? 3ന്റെ സ്ക്വയർ ആയിട്ടുള്ള 9. ആദ്യത്തെ 4 എണ്ണം, അത് 5 എണ്ണം എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ വരിക? അടുത്ത വരിയിൽ 1, 3, 5, 7, 9. ഇതൊന്ന് കൂട്ടണോ? വേണ്ട. 5 എണ്ണമാകുമ്പോൾ 5ന്റെ സ്ക്വയർ ആയിട്ടുള്ള 25 ആണ് കൂട്ടിയാ കിട്ടുക. 25. അപ്പൊ ആ ഓർഡറിൽ ഇങ്ങോട്ട് മാറ്റി എഴുതിയാൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 25, ദാറ്റ് ഈസ് 5 സ്ക്വയർ. അടുത്ത വരി എഴുതുക. അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഇനി 10ാമത്തെ സമചതുര സംഖ്യ ഏതാണ്? 10ാമത്തെ സമചതുര സംഖ്യ എന്ന് ചോദിച്ചാൽ ഏതാ? 10ന്റെ സ്ക്വയർ, ദാറ്റ് ഈസ് 100. ശരിയല്ലേ? 10ാമത്തെ സമചതുര സംഖ്യ എന്ന് പറഞ്ഞാൽ 10ന്റെ സ്ക്വയർ 100. 100ൽ താഴെയുള്ള ഒറ്റ സംഖ്യകളുടെ എണ്ണം എത്രയാണ്? മക്കളെ, സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളോട് ഇപ്പൊ ചോദിക്കുകയാണ് 20ാമത്തെ ഒറ്റ സംഖ്യ, 20th ഓഡ് നമ്പർ. 20ാമത്തെ ഒറ്റ സംഖ്യ ചോദിച്ചാൽ സിമ്പിൾ ആണ്. 20ന്റെ ഇരട്ടി എത്രയാ? 40. 40 1 കുറച്ചാൽ എത്രയാ? 40 1 കുറച്ചാൽ 39. 20ാമത്തെ ഒറ്റ സംഖ്യ കാണാൻ എന്ത് ചെയ്താൽ മതി? 20ന്റെ ഇരട്ടി 40 1 കുറയ്ക്കുക. അതായത് 2 into 20 ചെയ്യുക, എന്നിട്ട് അതിൽ നിന്ന് 1 കുറയ്ക്കുക. ഓക്കെ, 39. അപ്പൊ 100ന്റെ താഴെ എത്ര ഒറ്റ സംഖ്യകൾ ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, 100ന്റെ താഴെ എത്ര ഒറ്റ സംഖ്യ ഉണ്ട്? 1, 3, 5 ഇങ്ങനെ പോയി 99 അല്ലെ? 100ന്റെ താഴെ 99. 99 എത്രാമത്തെ ഒറ്റ സംഖ്യ? 99 എന്ന് പറയുന്നത് എത്രാമത്തെ ഒറ്റ സംഖ്യ? സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്താ 99? 99 എന്ന് പറഞ്ഞാൽ 100 മൈനസ് 1 അല്ലേ? ശരിയല്ലേ? ഏത് നമ്പറിന്റെ ഇരട്ടിയാ 100? അത് ആലോചിച്ചാൽ മതി. ഏത് നമ്പറിന്റെ ഇരട്ടിയാ 100? 50ന്റെ. അതായത് 2 into 50 അല്ലെ? 2 into 50 മൈനസ് 1 ആണ് 99. ശരിയല്ലേ? അപ്പോ 99 എന്ന് പറയുന്നത് 50ാമത്തെ ഓഡ് നമ്പറാണ്. ശരിയല്ലേ? 50ാമത്തെ ഓഡ് നമ്പർ ആണ് 99. ഡൗട്ട് ഉണ്ടോ? 50ാമത്തെ ഓഡ് നമ്പർ. അപ്പൊ എത്ര ഒറ്റ സംഖ്യ ഉള്ളത്? 50 എണ്ണം. അതിന്റെ തുക അഥവാ സം എന്ന് പറയുന്നത്, മക്കൾ നോക്ക്, അതിന്റെ സം, ഫൈൻഡ് ദെയർ സം. 50ന്റെ സ്ക്വയർ, 5ന്റെ സ്ക്വയർ എത്രയാ? 25. 2 0 കൂടെ ഇട്ട് കൊടുക്കുക, 2500. 2500. If n square is a square number, which is the next square number? n square ഒരു സ്ക്വയർ നമ്പർ ആണെങ്കിൽ അടുത്ത സ്ക്വയർ നമ്പർ എന്ന് പറയുന്നത് n+1. n കഴിഞ്ഞാൽ അടുത്ത നമ്പർ n+1. അതിന്റെ സ്ക്വയർ n+1 ഹോൾ സ്ക്വയർ. എത്രയാ? n+1 ഹോൾ സ്ക്വയർ. ഓക്കെ ആണോ? n സ്ക്വയർ ഒരു സമചതുര സംഖ്യയാണ്. അടുത്ത സമചതുര സംഖ്യ ഏതാണ്? n+1 ഹോൾ സ്ക്വയർ ആണ്. സെറ്റ് ആണല്ലോ? ഇതാണ് ഒരു ചോദ്യം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1 + 2 + 3. നോക്ക്, നടുവിലുള്ള നമ്പർ 2. 3 into 2 6. അതേപോലെ 2 + 3 + 4. നടുവിലുള്ള നമ്പർ 3. 3 into 3 9. 3 + 4 + 5. നടുവിലുള്ള നമ്പർ 4. അപ്പൊ 3 into 4 12. ശരിയാണല്ലോ? അപ്പോ നടുവിലുള്ള നമ്പർ, മക്കളെ, നമ്പറുകൾ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നടുവിലുള്ള നമ്പർ x ആണെങ്കിൽ തൊട്ടപ്പുറത്തുള്ള നമ്പർ കിട്ടാൻ 1 കൂട്ടണം, ഇപ്പുറത്തുള്ള നമ്പർ കിട്ടാൻ x-1. ഇങ്ങനല്ലേ 3 നമ്പർ ഉള്ളത്? ഇത് കൂട്ടിയാൽ എന്താ വരിക? ഇത് നിങ്ങൾ കൂട്ടി നോക്ക്. ഇത് നിങ്ങൾ കൂട്ടുമ്പോൾ ഈ -1ഉം +1ഉം ക്യാൻസൽ ആകും. ബാക്കി എന്താ ഉള്ളത്? x 3x അല്ലേ? 3x. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതാണ് ഇവിടുത്തെ പാറ്റേൺ. അങ്ങനെയാണെങ്കിൽ തുടർച്ചയായ 3 എണ്ണൽ സംഖ്യകളുടെ തുക 90 ആണ്. നടുവിലത്തെ സംഖ്യ ഏതാണ്? നടുവിലുള്ള നമ്പർ കാണാൻ എന്ത് ചെയ്താൽ മതി? 90 ഡിവൈഡഡ് ബൈ 3, അതായത് 30. ഏതൊക്കെയാ നമ്പർ? 29, 30, 31. ഓക്കെ ആണോ? ഓക്കെ ആണോ? സിമ്പിൾ അല്ലേ? അപ്പൊ കൂട്ടുമ്പോ എന്താ? 3 into 30 90. ചുവടെ കൊടുത്തവയിൽ തുടർച്ചയായ 3 എണ്ണൽ സംഖ്യയുടെ തുക ആകുന്നത് ഏത്? ഇതിലേതാ 3ന്റെ മൾട്ടിപ്പിൾ? അത് നോക്കിയാൽ മതി.
ഇതിലേതാ 3ന്റെ മൾട്ടിപ്പിൾ? 3ന്റെ മൾട്ടിപ്പിൾ 300. സോ ആൻസർ 300. തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകളുടെ തുക 100 ആണ്. നടുവിലത്തെ സംഖ്യ ഏതാണ്? സിമ്പിൾ. 100നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാ. അപ്പൊ നമ്പർ ഏതാ? 20. അപ്പൊ നമ്പറുകൾ ഏതൊക്കെയാ? തുടർച്ചയായ 5 നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാ? നടുവിൽ 20 വരും. 21, 22. ഇപ്പുറത്ത് 19, 18. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോ നിങ്ങൾക്ക് 100 കിട്ടും. 5 നമ്പേഴ്സ്. അടുത്തത്, if the middle number of 5 consecutive natural numbers is x, what is the 5th number? നോക്കണേ, 5 തുടർച്ചയായ നമ്പറുകളിൽ നടുവിലുള്ളത് x ആണ്. തൊട്ടപ്പുറത്തുള്ളത് x+1, ഇപ്പുറത്തുള്ളത് x+2. ശരിയല്ലേ? 5ാമത്തെ നമ്പർ x+2 ആയിരിക്കും. തൊട്ട് മുമ്പുള്ള നമ്പറോ x-1. അതിനെ മുമ്പുള്ള നമ്പർ x-2. സോ അവസാനത്തെ നമ്പർ ആണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ എന്താ? വിച്ച് ഈസ് ദ ലാസ്റ്റ് നമ്പർ, 5th നമ്പർ, x+2. ഇനി ഒരു ചോദ്യം കൂടെ. Which of the numbers given below can be sum of 7 consecutive natural numbers? തുടർച്ചയായ 7 നമ്പറുകളുടെ സം. ഈ കൂട്ടത്തിൽ 7ന്റെ മൾട്ടിപ്പിൾ ആരാ? 7ന്റെ ഗുണിതമായിട്ടുള്ള നമ്പർ 70. സോ ആൻസർ 70. ഈ രീതിയിലാണ് പാറ്റേൺ അനുസരിച്ചുള്ള ചോദ്യങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ? സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി ഈ കൂട്ടത്തിൽ തുടർച്ചയായ 9 നമ്പേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കും. തുടർച്ചയായ 9 നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത് നിങ്ങളോട് ഞാൻ പറയാണ്. തുടർച്ചയായ 9 നമ്പേഴ്സിന്റെ സം 270 ആണ്. തുടർച്ചയായ 9 നമ്പേഴ്സിന്റെ സം 270 ആണ്. നടുവിലുള്ള നമ്പർ ഏതാണ്? മിഡിൽ നമ്പർ. നടുവിലുള്ള സംഖ്യ ഏതാണ് എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. അഥവാ മിഡിൽ നമ്പർ ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 9 നമ്പേഴ്സ്, തുടർച്ചയായിട്ടുള്ള 9 നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത്, തുക എന്ന് പറയുന്നത് 270 ആണെങ്കിൽ നടുവിലുള്ള നമ്പർ ഏതാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. നമുക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് വീണ്ടും കാണാം. ബൈ.